ഹായ് ഗൈസ്, എല്ലാവർക്കും ഗീക്നോ മലയാള ടെക് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പുമായിട്ടാണ്. സാംസങ്ങിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അറിയിപ്പുമായിട്ടാണ്. നിങ്ങളിൽ പലരും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും. ഗവൺമെന്റ് ഏജൻസിയായ സെർട്ടിൻ, നമ്മുടെ കമ്പ്യൂട്ടർ അങ്ങനത്തെ ഇലക്ട്രോണിക് വിഭാഗങ്ങളൊക്കെ ഇന്റർനെറ്റൊക്കെ കൈകാര്യം ചെയ്യുന്ന ഗവൺമെന്റ് ഏജൻസിയായ സെർട്ടിന്റെ ഭാഗത്തുനിന്ന് ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. ഒരു സുരക്ഷാ പ്രശ്നം, സാംസങ്ങിലുള്ള ഒരു സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന്. നമുക്ക് എന്താണെന്ന് നോക്കാം. സാംസങ് മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്നവർക്ക് സുരക്ഷാ മുന്നറിയിപ്പുമായിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം സെർട്ടിൻ എത്തിയിരിക്കുന്നത്. നിരവധി സുരക്ഷാ പ്രശ്നങ്ങൾ സർക്കാരിന് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. CIVN 2023-0360 വൾണറബിലിറ്റി നോട്ടിൽ ആൻഡ്രോയിഡ് 11 മുതൽ 14 വരെ വേർഷനുകളിൽ പ്രവർത്തിക്കുന്ന സാംസങ് ഫോണുകളിലെയാണ് ബന്ധപ്പെട്ട ഗുരുതര പ്രശ്നങ്ങൾ അവർ കണ്ടെത്തിയിരിക്കുന്നത്. സുരക്ഷാ നിയന്ത്രണങ്ങൾ മറികടന്ന് സുപ്രധാന വിവരങ്ങളിലേക്ക് പ്രവേശനം ലഭിക്കാനും നമ്മുടെ ഫോണിന്റെ ഉപകരണത്തിന്റെ നിയന്ത്രണം തന്നെ കൈക്കലാക്കാനും സാധിക്കും വിധം ഫോണുകളിലേക്ക് നുഴഞ്ഞു കയറാൻ ഹാക്കർമാരെ അനുവദിക്കുന്ന പ്രശ്നങ്ങൾ സാംസങ്ങിന്റെ ഈ ഫോണിൽ ആൻഡ്രോയിഡ് 11 തൊട്ട് 14 വരെ വേർഷനിൽ സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളിൽ ഉണ്ടെന്നാണ് സെർട്ടിൻ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സാംസങ് ഫോണിലെ സുരക്ഷാ സംവിധാനമായ നോക്സ് ഫേഷ്യൽ റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ, AR ഇമോജി ആപ്പിലെ ഒത്തന്റിക്കേഷൻ പ്രക്രിയ, സ്മാർട്ട് ക്ലിപ്പ് ആപ്പ് തുടങ്ങിയ ഫോണുകളിലെ വിവിധ ഭാഗങ്ങളിൽ പ്രശ്നമുണ്ടെന്ന് എമർജൻസി റെസ്പോൺസ് ടീമായ സെർട്ടിൻ പറയുന്നു. ആൻഡ്രോയിഡ് 11, 12, 13, 14 വേർഷനുകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഫോണുകളിലും ഈ പ്രശ്നങ്ങളുണ്ട്. പ്രീമിയം സെഗ്മെന്റ് ഫോണായ സാംസങ് S23, ഇപ്പോൾ പുറത്തിറങ്ങി നിലവിലുള്ള S23 അടക്കമുള്ള ഫോണുകളിൽ ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, കരുതിയിരിക്കുക. എന്തായാലും സാംസങ് ഇക്കാര്യം നോട്ട് ചെയ്തിട്ടുണ്ട്. സാംസങ് തന്നെ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഒരു സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിലൂടെ തങ്ങളുടെ ഫോണിലുള്ള ഈ പ്രശ്നങ്ങൾ മറികടക്കും എന്ന് തന്നെ സാംസങ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്കൊരു സെക്യൂരിറ്റി പാച്ച് സാംസങ്ങിന്റെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ധൈര്യപൂർവ്വം അത് ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മുടെ സെക്യൂരിറ്റി, നമ്മുടെ പ്രൈവസിയുടെ കാര്യമാണ്. അതെല്ലാവരും മറക്കാതെ ചെയ്യുക. കാരണം നമ്മുടെ പ്രൈവസി മറ്റൊരാൾ ചൂഷണം ചെയ്യാൻ ഇടയാക്കുന്ന ഒരു കാര്യത്തിലുള്ള ഒരു കാര്യവും സംഭവിക്കാൻ പാടില്ല. അപ്പോൾ അത്തരത്തിലൊരു സെക്യൂരിറ്റി പാച്ച് അല്ലെ സെക്യൂരിറ്റി അപ്ഡേറ്റ് സാംസങ്ങിന്റെ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ ആരും ഉപേക്ഷ വിചാരിക്കാതെ അത് എന്തായാലും അപ്ഡേറ്റ് ചെയ്യുക. എന്തായാലും അത്തരത്തിലുള്ളൊരു ദുരനുഭവം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും വരും ദിവസങ്ങളിൽ സെക്യൂരിറ്റി പ്രൈവസി ഇഷ്യൂ കൂടുതൽ സങ്കീർണമാവാനും AI കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവാനും സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും കരുതിയിരിക്കുക. ഇത്തരത്തിൽ സെക്യൂരിറ്റി വിഷയമായിട്ട് വരുന്ന എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ അത് മുൻകരുതൽ എടുത്ത് തടയാൻ ശ്രമിക്കുമ്പോൾ അത്തരത്തിലുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ ഫോൺ ഫ്രഷപ്പ് ആയി വെക്കുക.